ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജാസ്ക പാടിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ ആടുജീവിതത്തിന്റെ ഇങ്ങനെ ഞങ്ങൾ വാദിറമ്മനോട് വിട പറയാനുള്ള സമയമാഗതമായിരിക്കുന്നു. പഴയ കാലത്ത് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയല്ലത്. ഇവിടെ കുറേ നേരമായി ഞങ്ങളെ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മളിവിടെ ഡ്രൈവർ ഇവിടെ സ്റ്റോപ്പ് ചെയ്തതിന് നമ്മളവർ വണ്ടി വന്ന് നമ്മളവർ എടുത്തുകൊണ്ട് പോകും നമ്മുടെ ക്യാമ്പിലേക്ക്. ഞങ്ങൾ കുറച്ച് നേരമായി ഇവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നമ്മളെ വണ്ടി വന്നു. നമ്മൾ ഇതിൽ കയറിയിട്ടാണ് പോവുക. സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കാണ്. നമ്മളിപ്പോൾ മരുഭൂമിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റും പൊടിയും. അന്ന് ടൂറിസ്റ്റ് ബസ്സാണോ? ബസ്സൊക്കെ ഇതിലെ വരുമോ? വരുമായിരിക്കും അല്ലേ? That is tourist bus? Yeah. Okay. Many people, maybe 115 people okay. Tourist bus ൽ ആൾക്കാർ വന്നിട്ടുണ്ട് ട്ടോ. السيك صار على الطلة الثانية ها؟ السيك غاد. ഇതാണെന്ന് തോന്നുന്നുണ്ട് ടെന്റ്. നമ്മൾ ഇതിലൂടെ കയറി പോവാണ്. ക്യാമ്പ് ഇതാണ് നമ്മുടെ ക്യാമ്പ് സ്റ്റേ എന്ന് തോന്നുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ട് ടബീറ കളിക്കാനൊക്കെ. നോക്കിയാൽ കുറേ ആൾക്കാരുണ്ട്, കുറേ പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേരൊക്കെ കളിക്കുകയാണ്. ബിയറിന്റെ കേക്കൊക്കെ വാങ്ങി. Okay, then see you tomorrow. ഇതാണ് നമ്മൾ താമസിക്കാൻ പോകുന്ന ക്യാമ്പ്. അവിടെയൊക്കെ ഭക്ഷണത്തിൻ്റെ ഏരിയൊക്കെ ഉണ്ട്. അതാണ് നമ്മളുടെ ക്യാമ്പ്. നമ്മളുടെ ടെന്റ് ഇതാണല്ലോ. അയ്യോ, 22 ആണ് നമ്മുടെ നമ്പർ. താങ്ക് യു. കുഞ്ഞിനെ കിടത്താനുള്ള കിടക്ക വരെ ഉണ്ട്. ടെന്റ് എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഒരു കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞിനും കൂടെ അവിടെ കിടത്തായിരുന്നു. അബീറിനെ തൽക്കാലം കുഞ്ഞാക്കി അതിൽ കിടത്താം. ഒരു സിംഗിൾ ബെഡ്, പിന്നെ ഡബിൾ ബെഡ്, പിന്നെ സോഫ സെറ്റ്. ക്യാമ്പ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചല്ല ഇനി എന്തായിരിക്കും സംഭവം ടെൻറ്റിലൊക്കെ. ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇത് അടിപൊളിയാണ്. അങ്ങോട്ട് പോവാം. ഞങ്ങളൊന്ന് കുളിച്ച് ഫ്രഷായി ഇനി ഇവിടെ സൺസെറ്റ് കാണാൻ വേണ്ടി പോവാണ്. നമുക്ക് വൈകുന്നേരവും രാവിലെയാണ് ഓപ്ഷൻ. അപ്പം ഞങ്ങൾ വൈകുന്നേരം പോവാമെന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് വൈബാണ്. നല്ല പാട്ടൊക്കെ വെച്ച് ഫുള്ള് ഡാൻസും പാട്ടും. ഞങ്ങളിപ്പോൾ സഫാരിക്ക് പോവുകയാണ്. ഞങ്ങൾ വണ്ടിയിൽ കയറി പോവുകയാണ്. അബീർ അറിയപ്പെടുന്നുണ്ടോ? മാർസോൺ എർത്തുന്ന അത്ര വാദീറം അറിയപ്പെടുന്നത്. ഇതിലൂടെയല്ലോ ഞങ്ങൾ പോകുന്നുണ്ട്. കണ്ടോ,
സോറി. നമ്മളെ ഇന്നത്തെ ബർത്ത്ഡേ കളാണ് കേട്ടോ ഇത്. ബർത്ത്ഡേ കളിൻ്റെ അടുത്ത് പല്ലുവേദന വന്ന് എന്നിട്ട് അത് പ്രശ്നമില്ല, ഞങ്ങൾ ഇതിലൂടെ ഇങ്ങനെ പോയിക്കൊള്ളിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് പല്ലുവേദന ഫസ്റ്റത്തെ കര കണ്ടുകൊടുക്കണം. ഇവിടൊക്കെ കുറേ ആൾക്കാർ. ഈ ഫേസ് കണ്ടില്ലേ, ഇത് നാച്ചുറലാണ്. ഇത്ര കറക്റ്റ് ഒരു ഹ്യൂമൻ ഫേസ്. ഇതൊക്കെ വേറെ വേറെ ടെന്റുകളല്ലേ, വേറെ ക്യാമ്പുകളാണ് കേട്ടോ കാണുന്നത്. ഞങ്ങളുടെ ക്യാമ്പല്ല, നിറയെ വാഹനങ്ങള്. എല്ലാവരും ഇവിടെ ചോർത്തല്ല വന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. കുറച്ച് ഇന്ത്യ ഫാമിലിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അതെന്നെ അത്ഭുതപ്പെടുത്തിയത് UAE നിന്നൊന്നും വന്നതല്ല, കറക്റ്റ് ഇന്ത്യ തന്നെ വന്നിട്ടുള്ള ഇന്ത്യ ഫാമിലികളാണ്. ഓക്കെ, അടുത്ത സ്പോട്ട് ഇതാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആൾക്കാരെ കാണുന്നുണ്ട്. വീണ തീർന്നു. This canyon side, okay, and you see a picture for Lawrence in the store. ഉത്സവത്തിനുള്ള ആൾക്കാരുണ്ട്, നിറയെ ആൾക്കാർ. പല ടെന്റുകളിൽ നിന്നായി ഒരുപാട് ആൾക്കാർ. ഇവിടെ നമ്മൾ 20 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യും ഇത്ര. പിന്നെ 1917 പിക്ചറാണിത്. ലോറൻസ് ഓഫ് അറേബ്യ. ലോറൻസ് ഓഫ് അറേബ്യ എന്നാണ് തോമസ് എഡ്വേർഡ് ലോറൻസ് അറിയപ്പെടുന്നത്. ആള് ഓട്ടോമൻ സാമ്രാജ്യം 1914 ഒന്നാം ലോക മഹായുദ്ധ സമയത്ത് ഓട്ടോമൻ സാമ്രാജ്യത്തിനെ അടിച്ചമർത്താൻ വേണ്ടി ഒക്കെ അറബ് സാമ്രാജ്യത്തിൻ്റെ കൂടെ നിന്നതൊക്കെ തോമസ് എഡ്വേർഡ് ലോറൻസ് ആണ്. ഇത് ജോർദാനിലെ ആദ്യത്തെ രാജാവായ കിങ് അബ്ദുള്ളയാണ്. അവിടേക്ക് പോകാൻ അതിനനുസരിച്ച് ടീ കുടിക്കാൻ പോയാൽ മതി. നല്ലൊരു ഫോട്ടോ സ്പോട്ടാണെന്നാണ് നമ്മളെ കൊണ്ടുവന്ന ചെക്കൻ പറഞ്ഞത്. ഇവിടെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. كمان كاسة شاي اصبري. باخذ معي كاسة شاي. هاي اخذنا احنا. നമുക്കിവിടെ ചായ കിട്ടി, ഒരു കപ്പ്. ഹോസ്പിറ്റാലിറ്റി അത്ര. നല്ല കട്ടൻ ചായ. ചായ നെരുപ്പിലുണ്ടാക്കുന്നുണ്ട്. സൺസെറ്റ് കാണാൻ വന്നിരിക്കുന്നവരാണ് കേട്ടോ. സൺസെറ്റ് കാണാൻ വന്ന ആൾക്കാരുടെ തിരക്കാണിത്. ഫുള്ള് ഇതുപോലെ അപ്പുറത്തൊരു മലയുണ്ട്, അവിടെ ഒക്കെ ആൾക്കാർ തന്നെ. ഏഴാകുമ്പോഴേക്ക് സൺ ഡിസപ്പിയറായി. സൂര്യാസ്തമനം നടന്നു 7:20 ഇവിടെ. സൂര്യാസ്തമനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ക്യാമ്പിലേക്ക് വീണ്ടും തിരിച്ചു വന്നു.
നല്ല തണുപ്പാണ് കേട്ടോ ഇവിടെ. നമ്മൾ UAE ഇത്ര ചൂടത്ത് വന്നിട്ട് ഇവിടെ അടിപൊളി തണുപ്പ്, 14 ഡിഗ്രി, ഈ 15 ഡിഗ്രി ആ ഒരു തണുപ്പൊക്കെയാണ് നമുക്ക് ഫീൽ ആവുന്നത്. ഒരുപാട് ജോർദാനികൾ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ. വാദി റമ്മൽ എൻജോയ് ഫുൾ കാലാവസ്ഥ. കാരണം ഈ വാദി റമ്മൽ എത്തുമ്പോഴേക്കും കാലാവസ്ഥ ഒന്നും കൂടി തണുപ്പായിട്ട് മാറുകയാണ്. അപ്പോൾ ഇവിടെ തീയിട്ടിട്ടും ഒക്കെ ആൾക്കാർ എൻജോയ് ചെയ്യാണ് ഇവിടെ. നല്ല രസമുണ്ട് ഇവിടെ വന്നത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഇത്ര ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഷോ ഉണ്ട് ഇത്ര. ഞങ്ങൾ ആ ഷോ കാണാൻ വേണ്ടി പോവാം. ബെഡുവിൻ ഷോ അങ്ങനെ എന്തോ പറഞ്ഞു, അവരെ ഫുഡിൻ്റെ എന്തോ പറഞ്ഞത്. ഞങ്ങളതിൻ്റെ ഇടയിൽ അബീറിൻ്റെ കേക്ക് കട്ടിങ്, അബീറിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ കേക്ക് കട്ടിങ്ങും കൂടെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നത്. അവിടെയും ഇവിടെയും 2-3 ഇടത്തായിട്ട് ചെയ്യുന്നുണ്ട്. ഇത് പഴയ കാലത്ത് ഫുഡ് ഉണ്ടാക്കുന്ന രീതിയല്ലത്. ഫിഷ്, ഇതെന്താണത്? എന്തോ തൂലാണത്. ഏതോ ഒരു വലിക്കുന്നുണ്ട്. അടിയിൽ ഇപ്പൊ ചെമ്പ് വന്നു. ഒരു ഓപ്പൺ ആക്കും തോന്നുന്നു. ഇവ ഓക്കെ. അടിപൊളി. മണ്ണിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടാക്കുന്നൊരു രീതി നല്ല മണം വരുന്നുണ്ട്. ഇവരിത് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പുറത്തേക്ക് എടുത്ത ചിക്കനും അടിപൊളി. ആ ഫുഡും കൊണ്ട് ഭക്ഷണം കഴിക്കാനായല്ലോ. ഡിന്നർ തുടങ്ങിട്ടോ. ആൾക്കാരൊക്കെ ക്യൂ നിന്ന് എടുക്കുന്നുണ്ട്. നമ്മൾക്ക് നോക്കാം. ആണ് ഞങ്ങളുടെ ക്യാമ്പിംഗ് ഫുഡ്. കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് മനാസീറാണോ ഈ റൈസ് ഒന്നും അറിയില്ല. ജസ്റ്റ് പുറത്തൊന്ന് ഇറങ്ങിയത് 10 മണിയായി. നല്ല തണുപ്പ്. ഫുൾ അറബ്സാണ് അവർ. ഫുള്ള് വൈബ്. നല്ല പാട്ടും വെച്ച് ഡാൻസും. ഇപ്പോൾ സമയം 7:45. ഇവിടുത്തെ വാദി റമ്മൽ ഇപ്പോൾ എത്രയാണെന്നറിയോ? 17 ഡിഗ്രി. നല്ല തണുപ്പ്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഗുഡ്. ഓക്കെ, താങ്ക് യു. ഇന്നലെ ഡിന്നറിൻ്റെ അടുത്ത് തിക്കും തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ആൾക്കാരേ കാണുന്നുള്ളൂ. ചിലപ്പോൾ എല്ലാവരും കഴിച്ചു പോയിട്ടുണ്ടാവും. 7 മണിക്ക് സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫുൾ അറേബ്യൻ ടൈപ്പ് ഫുഡാണ്. ചീസും അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിരുന്നപ്പം അടിപൊളി തണുപ്പ്. ഞങ്ങൾ ഉള്ളിൽ പോയി ഇരിക്കാൻ വിചാരിച്ചു. പിള്ളേർക്ക് പറ്റുന്നില്ല. Do you want to play in a slide?
നീ എന്നെ ട്രൈ ചെയ്യ്. യാ യു ഹാവ് ടു പുഷ് ആൻഡ് മൂവ് ഫയ. ഫയ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല, അവള് നീളമുണ്ടല്ലോ, പറ്റുന്നില്ല എന്നുകൊണ്ട്. ഫയ അവിടെ സ്റ്റോപ്പായല്ലോ. പിന്നെ ഫയക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അബിയ പപ്പ വലിയ സംഭവം എടുത്തോണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. പർവ്വതത്തിന് താഴെയായിട്ട് ടെൻറ്റുകൾ, ക്യാമ്പുകൾ. ഒന്ന് മണിയായി, ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അത് കണ്ടോ, ഇത് കണ്ടോ, ഇതില്ലേ, ഇതിനുള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ശേഖരിച്ച് വെക്കാൻ പറ്റും. ശേഖരിച്ച് മീൻസ് നമ്മളൊരു അലമാരൊക്കെ പോലെയുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത്. പഴയ കാലത്തെ തുറക്കാം. ഓ സി, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാം. ഒരു അലമാര പോലെ പഴയ കാലം ഉപയോഗിച്ചിരുന്നതായിരിക്കാം. ഞാൻ അതിൻ്റെ മുകളിൽ തോർത്തുണ്ടായിരുന്നു, ഞാൻ എടുത്തത് അതിൻ്റെ ഭംഗി കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വാദി റമ്മിനോട് വിട പറയാനുള്ള സമയമാഗതമായിരിക്കുന്നു. ഇപ്പോൾ ഇവിടുത്തെ സമയം ഹായ് ഗുഡ് മോർണിംഗ്, 11 മണിയായിപ്പം. നമ്മൾ ഇവിടെ ട്രക്കിലാണ് പോകുന്നത്. എന്നിട്ട് ഇവരെ വണ്ടിയിലാണ് പോകുക. അവിടെ നിന്നാണ് നമുക്ക് നമ്മുടെ കാറിൽ പോകാൻ പറ്റുക, ഇന്നലെ വന്നതുപോലെ തന്നെ. അങ്ങനെ നമ്മൾ വാദി റമ്മിനോട് വിട പറയുകയായി. വാദി റമ്മിനോട് വിട പറയുന്ന ഈ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അടിപൊളിയാണ്. യെസ്, എ ഗുഡ് എക്സ്പീരിയൻസ്. നല്ല ക്ലൈമറ്റ്, ചൂടിലും തണുപ്പ് എന്ന് പറയുന്ന പോലെ. കാണുമ്പോൾ ഇപ്പോൾ ഇവിടെ വെയിലല്ലേ, വെയിലാണെങ്കിൽ നല്ല കാറ്റ്, നല്ല അടിപൊളി ക്ലൈമറ്റ്, എല്ലാം കൊണ്ടും അടിപൊളി. അറബ് തനി ഇവർ ജോർദാനിയൻ ഒരു കൾച്ചർ, അവരെ ഫുഡ് ഉണ്ടാക്കൽ, അവരെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്, അത് ഇത് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഞങ്ങൾ ട്രക്കിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. വെയിലുണ്ട്, ഇപ്പം നല്ല വെയിലൊക്കെ ഉണ്ട്, പക്ഷെ വെയിലിന് കാഠിന്യം കുറവാണ്. നല്ല തണുത്ത കാറ്റും വെയിലും എന്താണെന്ന് വിചാരിക്കരുത് കേട്ടോ. ബൈ വാദിറം, ബൈ ബൈ, വി മിസ് യു. നല്ല രസമുണ്ടായിരുന്നു. ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജാസ്ക പാടിയപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ ആടുജീവിതം ചിത്രീകരിച്ചത് ഇവിടെയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ഥലം, കറക്റ്റ് ഈ സ്ഥലം എന്നല്ല, വാദി റമ്മിലാണ് ആടുജീവിതം ചിത്രീകരിച്ചത്. ആടുജീവിതം മാത്രമല്ല കേട്ടോ, ഒരുപാട് മൂവികൾ ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ ആടുജീവിതമാണ് എനിക്കറിയുന്നത്. അപ്പം കൊറോണ സമയത്താണല്ലോ ആടുജീവിതത്തിന്റെ ചിത്രീകരണം നടന്നതൊക്കെ. അപ്പോൾ ഇവിടെ അവർ 4 മാസം കണ്ട് ഇവർ സ്റ്റക്കായില്ല ഇവിടെ കൊറോണ വന്നപ്പം. അതൊക്കെ ഞാൻ വായിച്ചിരുന്നു. അങ്ങനെയൊക്കെ വേറെയും കുറേ ടെൻറ്റുകൾ കാണുന്നുണ്ട്. ഇത് വേറെ ഏതെങ്കിലും ടീമിൻ്റെതായിരിക്കാം. എന്നാലും ഞങ്ങളെ ക്യാമ്പ് സൂപ്പറായിരുന്നു കേട്ടോ. അനുഭവം ഭക്ഷണം എന്ന് പറയുമ്പോൾ പക്ഷെ തനി ഇതായിരുന്നു. നാടൻ മീൻസ് ഇവിടുത്തെ നാടൻ ജോർദാനിയൻ ഫുഡ്, ട്രഡീഷണൽ അറബ് ഫുഡ്, അല്ലാണ്ട് നമ്മളെ നാടൻ ഫുഡല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ വേറെയും കുറച്ച് ടെൻറ്റുകളുണ്ട്. ഇത് കാണുമ്പോൾ ഇങ്ങനെ ഇവരെന്നെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെ താമസിക്കുന്ന പോലത്തെ ടെൻറ്റുകളാണ്. അതായത് ഇങ്ങനെ ഗസ്റ്റിന് താമസിക്കാൻ പറ്റുന്ന പോലെ. നല്ല പൊടിക്കാറ്, എൻ്റെ ഫോണിലൊക്കെ ഫുള്ള് പൊടി മാറി. നമ്മളെ ട്രക്കിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മുടെ കാറിലേക്ക് കയറ്റുകയാണ്. അപ്പം ഈ നമ്മുടെ ക്യാമ്പിൻ്റെ മാത്രം പാർക്കിംഗ് ആണ് ഇത്, റഹായബ് ക്യാമ്പ് പാർക്കിംഗ്. നമ്മുടെ ഡ്രൈവറില്ല, ആൾ പോലീസിലല്ലേ, 21 വർഷം 21 ഇയേഴ്സ് പോലീസിൽ, ജോർദാൻ പോലീസിൽ വർക്ക് ചെയ്ത അത്ര. അതിനുശേഷമാണ് ഇവിടേക്ക് വന്നത്. ഞാൻ ആളുടെ നമ്പറില്ലേ, ആള് നമ്മുടെ നല്ല ഗൈഡാണ്. ആളെ നമ്പർ ഞാൻ എന്തായാലും ഇതിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾ ജോർദാനിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആവും. വെരി ഗുഡ് പേഴ്സൺ ആണ്, നല്ല ഹെൽപ്ഫുള്ള്. നമുക്ക് എന്ത് വേണ്ടതും ആള് ചെയ്തു തരും. നമ്മളെ കൂടെ ഒരു ഫാമിലിനെ പോലെ തന്നെ അങ്ങ് നിൽക്കും. അപ്പം ഞാൻ എന്തായാലും നമ്പർ ഇടാം. ഓക്കെ.